National movement in Kerala. ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ. The national movement in Kerala lacked a unified form as the state was not administratively united. ഭരണപരമായി ഏകീകരിക്കപ്പെടാതിരുന്നതിനാൽ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന് ഒരു ഐക്യരൂപം, ഒരു ഏകീകൃത രൂപം ഉണ്ടായിരുന്നില്ല. The national movement in Kerala lacked a unified form as the state was not administratively united. The British ruled the Malabar region directly. ബ്രിട്ടീഷുകാർ മലബാർ പ്രദേശം നേരിട്ടാണ് ഭരിച്ചിരുന്നത്. അപ്പോൾ അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം. ശ്രീരംഗപട്ടണം ഉടമ്പടി എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരും മൈസൂർ രാജാക്കന്മാരും തമ്മിൽ ഒപ്പുവെച്ച ഒരു കരാറാണ്. ആ കരാറിൻ പ്രകാരം മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർ നേരിട്ടാണ് ഭരിച്ചിരുന്നത്. The British ruled the Malabar region directly, whereas Kochi and Travancore were indirectly. കൊച്ചിയും തിരുവിതാംകൂറും ഭരിച്ചിരുന്നത് ഇൻഡയറക്ട്ലി ആണ്, പരോക്ഷമായിട്ടാണ്. ത്രൂ ദ റെസിഡൻറ്റുമാരിലൂടെ കൊച്ചിയും ട്രാവൻകൂറും പരോക്ഷമായിട്ടാണ് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നത്. The British ruled the Malabar region directly, whereas Kochi and Travancore were indirectly ruled through the resident. Because of the reason, ഈ കാരണത്താൽ പൊളിറ്റിക്കൽ അജിറ്റേഷൻ വെയർ നോട്ട് ആക്റ്റീവ് ഇൻ കൊച്ചി ആൻഡ് ട്രാവൻകൂർ അസ് ഇൻ മലബാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ മലബാറിലെ പോലെ കൊച്ചിയിലും ട്രാവൻകൂറിലെയും രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ ശക്തമായിരുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ഇത്രേ പറഞ്ഞോളൂ. കേരളം ഭരണപരമായി ഏകീകരിക്കപ്പെടാതിരുന്നാൽ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന് ഒരു ഏകീകൃത രൂപം ഉണ്ടായിരുന്നില്ല. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയപ്പോൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും അവരുടെ റെസിഡൻറ്റുമാരിലൂടെയാണ്, പരോക്ഷമായിട്ടാണ് ഭരണം നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ മലബാറിലെ പോലെ രാഷ്ട്രീയ സമരങ്ങൾ കൊച്ചിയിലും ട്രാവൻകൂറിലും ശക്തമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ആദ്യം മനസ്സിലാക്കുന്നത് മലബാറിലെ കാര്യമാണ്. ഇൻ മലബാർ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഗെയിൻഡ് മൊമെൻറ്റം ഡ്യൂറിംഗ് ദ ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലാണ് മലബാറിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമായി തുടങ്ങുന്നത്. ഇൻ മലബാർ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഗെയിൻഡ് മൊമെൻറ്റം ഡ്യൂറിംഗ് ദ ഫസ്റ്റ് വേൾഡ് വാർ. The first conference of the Malabar District Congress chaired by Annie Besant was held at Palakkad in 1916. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം 1916 ആനി ബസന്റ് അധ്യക്ഷതയിൽ പാലക്കാട് വെച്ച് നടന്നു. The first conference of the Malabar District Congress chaired by Annie Besant was held at Palakkad in 1916. K.P. Keshav Menon, K.P. Raman Menon, Muhammad Abdul Rahman Sahib, K. Madhavan Nair, E. Moid Molvi and M.P. Narayana Menon were at the hem of the Congress in Malabar during this period. അപ്പോൾ ഈ കാലഘട്ടത്തിൽ മലബാറിൽ കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആൾക്കാരുടെ പേരുകളാണ് പറയുന്നത്. കെ പി കേശവ മേനോൻ, കെ പി രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, കെ മാധവൻ നായർ, ഇ മൊയ്ദ് മൗലവി, എം പി നാരായണ മേനോൻ എന്നിവരാണ് കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയത്. ഇനി ഒരു പോയിന്റ് കൂടെ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ദി ലാസ്റ്റ് മലബാർ പൊളിറ്റിക്കൽ കോൺഫറൻസ് ഹെൽഡ് മഞ്ചേരി 1920. അപ്പോൾ മലബാറിൽ അവസാന രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത് 1920. ഈ സമയം ഇന്ത്യയിൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഖിലാഫത്ത് പ്രസ്ഥാനവും നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും ഒക്കെ നടക്കുന്ന സമയമാണ്. ദ ലാസ്റ്റ് മലബാർ പൊളിറ്റിക്കൽ കോൺഫറൻസ് ഹെൽഡ് മഞ്ചേരി 1920. 1920 മഞ്ചേരിയിൽ അവസാന രാഷ്ട്രീയ സമ്മേളനം വിളിച്ചു ചേർത്തത്. ദ ലാസ്റ്റ് മലബാർ പൊളിറ്റിക്കൽ കോൺഫറൻസ് ഹെൽഡ് മഞ്ചേരി 1920 discussed several issues like political reforms, problems of tenants, the Khilafat and so on. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തത്? ഭരണപരിഷ്കാരം, അതുപോലെ കുടിയാൻ പ്രശ്നം അല്ലെങ്കിൽ കർഷകരുടെ പ്രശ്നങ്ങൾ, കൂടാതെ ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത സമ്മേളനമാണ് ലാസ്റ്റ് മലബാർ പൊളിറ്റിക്കൽ കോൺഫറൻസ്. The last Malabar political conference held in Mancheri 1920 discussed several issues like political reforms, problems of tenants, the Khilafat and so on. ഇവയൊക്കെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അപ്പോൾ ഈ പാരഗ്രാഫിൽ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്ത കാര്യം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്നെന്ന് പറയുന്നത് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു 1916 ആനി ബസന്റ് അധ്യക്ഷതയിൽ. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, മലബാറിൽ അവസാന രാഷ്ട്രീയ സമ്മേളനം മഞ്ചേരിയിലാണ് നടന്നത്. അവിടെ ചർച്ച ചെയ്ത കാര്യങ്ങളെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ റിഫോംസ്, പ്രോബ്ലംസ് ഓഫ് ടെനൻസ് ആൻഡ് ഖിലാഫത്ത്. ഈ രണ്ട് പോയിന്റാണ് ഈ പാരഗ്രാഫിൽ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ പാരഗ്രാഫ് ഒന്നുകൂടെ നോക്കാം. ഇൻ മലബാർ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഗെയിൻഡ് മൊമെൻറ്റം ഡ്യൂറിംഗ് ദ ഫസ്റ്റ് വേൾഡ്. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലാണ് മലബാറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ദ ഫസ്റ്റ് കോൺഫറൻസ് ഓഫ് ദ മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസ് ചെയർഡ് ബൈ ആനി ബസന്റ് വാസ് ഹെൽഡ് അറ്റ് പാലക്കാട് 1916. അപ്പോൾ മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916 ആനി ബസന്റ് അധ്യക്ഷതയിൽ പാലക്കാട് വെച്ചിട്ടാണ് നടന്നത്. നേതൃത്വം കൊടുത്ത ആൾക്കാർ, അക്കാലഘട്ടത്തിൽ മലബാർ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ആൾക്കാരുടെ പേരുകളാണ് കെ പി കേശവ മേനോൻ, കെ പി രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, കെ മാധവൻ നായർ, ഇ മൊയ്ദ് മൗലവി, എം പി നാരായണ മേനോൻ were at the hem of the Congress in Malabar during this period.
The last political conference held at Manjeri 1920 discussed several issues like political reforms, problems of tenants and Khilafat and so on. അപ്പോൾ 1920 മഞ്ചേരിയിൽ നടന്ന അവസാനത്തെ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഭരണപരിഷ്കരണം, അതുപോലെ തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ, ഖിലാഫത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അടുത്ത ഭാഗം. In 1920, Gandhiji and Shaukat Ali visited Calicut and declared their support to Khilafat movement. 1920 ഗാന്ധിജി ഷൗക്കത്ത് അലി ചേർന്നിട്ട് കോഴിക്കോട് എത്തിച്ചേരുകയും ആൻഡ് ഡിക്ലെയർ ദ സപ്പോർട്ട് ഖിലാഫത്ത് മൂവ്മെന്റ്, എന്നിട്ട് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പരിപൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അഥവാ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഖിലാഫത്ത് മൂവ്മെന്റ്. അതുപോലെ തന്നെ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് അഥവാ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഉപ്പ് സത്യാഗ്രഹം എന്നുള്ളത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ തീവ്രമാക്കി തീർത്തത് മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി എന്നിവർ ചെന്നിട്ടാണ്, അല്ലെങ്കിൽ അലി ബ്രദേഴ്സാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും ചേർന്നിട്ട് ഇന്ത്യയിലുടനീളം സഞ്ചരിക്കുകയും അതിനെ തുടർന്നിട്ട് ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ്, ബ്രിട്ടീഷ് വിരുദ്ധ മനോവികാരം സ്പ്രെഡ് എവരി നൂക്ക് ആൻഡ് കോർണർ ഓഫ് ദ നേഷൻ, രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിൽ എത്തിച്ചേരുകയും കൂടാതെ ഹിന്ദു മുസ്ലിം യൂണിറ്റി സ്ട്രെങ്ത് തന്നെ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുന്നതിന് കാരണമായി തീരുകയും ചെയ്യുന്നു. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. അങ്ങനെ ഇന്ത്യയിലുടനീളം സഞ്ചരിച്ചതിൻ്റെ ഭാഗമായിട്ട് മൗലാന ഷൗക്കത്ത് അലിയും അതേപോലെ തന്നെ ഗാന്ധിജിയും 1920 കോഴിക്കോട് എത്തുകയും നമ്മുടെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പരിപൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. In 1920, Gandhiji and Shaukat Ali visited Calicut and declared their support to Khilafat movement. The Khilafat committee was formed with Katlasheri Muhammad Maulvi and Muhammad Abdur Rahman Sahib as the president and secretary respectively. അപ്പോൾ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി നിയമിക്കുകയും സെക്രട്ടറി ആയിട്ട് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിനെ നിയമിക്കുകയും ചെയ്തു. ഖിലാഫത്ത് കമ്മിറ്റി വാസ് ഫോംഡ് വിത്ത് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി ആൻഡ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് ആസ് ദ പ്രസിഡന്റ് ആൻഡ് സെക്രട്ടറി റെസ്പെക്റ്റീവ്ലി. ദ ഖിലാഫത്ത് മൂവ്മെന്റ് ബിക്കേം സ്ട്രോങ് ഇൻ മലബാർ. ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ ശക്തിപ്പെട്ടു. The Khilafat movement became strong in Malabar. Subsequently, there were direct fight with the British in several places in Malabar. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം മലബാർ ശക്തമായതിനെ തുടർന്നിട്ട് മലബാർ പല പ്രദേശങ്ങളും ബ്രിട്ടീഷുകാരുമായിട്ടുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളുണ്ടായി. മാപ്പിള പെസൻസ് ഓഫ് മലബാർ, മലബാറിലെ കർഷകരെ നമ്മൾ പൊതുവെ വിളിക്കുന്ന മാപ്പിളമാരെന്നാണ്. The Mapla peasants of Malabar fought against the British in ഏർനാട്, വള്ളുവനാട് ആൻഡ് പൊന്നാനി താലൂക്സ്. അപ്പോൾ ഏർനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകൾ തുടങ്ങിയ പ്രദേശങ്ങളിൽ മലബാറിലെ കർഷകർ നമ്മുടെ ബ്രിട്ടീഷുകാരുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. The Mapla peasants of Malabar fought against the British in ഏർനാട്, വള്ളുവനാട് ആൻഡ് പൊന്നാനി താലൂക്സ്. These struggles in general are known as മലബാർ റബലിൻ അല്ലെങ്കിൽ മാപ്പിള റബലിൻ എന്നറിയപ്പെടും. ഇൻ 1921. അപ്പോൾ ഡേറ്റ് കാലം കൂടെ ഓർത്തിരിക്കുക, 1921 മലബാർ റബലിൻ 1921 1921. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്ത രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്ന് ഖിലാഫത്ത് പ്രസ്ഥാനത്തെക്കുറിച്ചും മറ്റൊന്നെന്ന് പറയുന്നത് മലബാർ റബലിനെ കുറിച്ചും. അപ്പോൾ മലബാർ റബലിനെ അടിച്ചമർത്താൻ വന്ന പോലീസ് സേനയെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്, MSP. അതുപോലെ തന്നെ മലബാർ റബലിനെ അന്വേഷിക്കാൻ വന്ന കമ്മീഷൻ്റെ പേര് നമ്മൾ മനസ്സിലാക്കിയതാണ്, വില്ലോങ് കമ്മീഷൻ. അപ്പോൾ ഈ 1920 ഗാന്ധിജി ആൻഡ് ഷൗക്കത്ത് അലി വിസിറ്റഡ് കാലിക്കറ്റ് ആൻഡ് ഡിക്ലെയർ ദ സപ്പോർട്ട് ഖിലാഫത്ത് മൂവ്മെന്റ്. 1920 ഗാന്ധിജി ഷൗക്കത്ത് അലി ചേർന്നിട്ട് കോഴിക്കോട് സന്ദർശിക്കുകയും എന്നിട്ട് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പരിപൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയെ നമ്മുടെ പ്രസിഡന്റായിട്ടും മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിനെ സെക്രട്ടറി ആയിട്ടും നിയമിച്ചു. ഖിലാഫത്ത് മൂവ്മെന്റ് വളരെ ശക്തമായി തീർന്നു, മലബാർ ശക്തമായി തീരുകയും തുടർന്നിട്ട് നമ്മുടെ ബ്രിട്ടീഷുകാരുമായിട്ട് പല പ്രദേശങ്ങളിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലുണ്ടായി. അങ്ങനെ നേരിട്ട് ഏറ്റുമുട്ടുന്ന പ്രദേശങ്ങളാണ് ഏർനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്ക്. അങ്ങനെ ഈ പൊതുവേ ഈ സമരങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മലബാർ റബലിൻ. 1921 ഇത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഖിലാഫത്ത് മൂവ്മെന്റും മറ്റൊന്ന് മലബാർ റബലിനും. ഇനി അടുത്ത ഭാഗം. ഇൻ 1930s ദ സിവിൽ ഡിസോബിഡിയൻസ് മൂവ്മെന്റ് ഗെയിൻഡ് മൊമെന്റം ഇൻ മലബാർ. മലബാറിൽ നിയമലംഘന പ്രസ്ഥാനം ശക്തമായി തീർന്നത് 1930കളിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്, 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ്യം നിയമലംഘന പ്രസ്ഥാനവും പാസ്സാക്കുന്നത്, അഥവാ സിവിൽ ഡിസോബിഡിയൻസ് മൂവ്മെൻറ്റ് പാസ്സാക്കുന്നത്. അപ്പോൾ 1930കളിലാണ് നിയമലംഘന പ്രസ്ഥാനം മലബാറിൽ ശക്തമായി തീർന്നത്. പീപ്പിൾ ബ്രോക്ക് ദ സോൾട്ട് ലോ ബൈ മേക്കിംഗ് സോൾട്ട് അണ്ടർ ലീഡർഷിപ്പ് ഓഫ് കെ കേളപ്പൻ ആൻഡ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ അറ്റ് പയ്യന്നൂർ ആൻഡ് കോഴിക്കോട് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ജനങ്ങൾ ഉപ്പ് നിയമം ലംഘിക്കുകയും ഉപ്പ് നിർമ്മിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് എടുത്തു പറയുന്നു, പയ്യന്നൂരിൽ നേതൃത്വം കൊടുത്ത് കെ കേളപ്പനും കോഴിക്കോട് നേതൃത്വം കൊടുത്തത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനുമായിരുന്നു. പീപ്പിൾ ബ്രോക്ക് ദ സോൾട്ട് ലോ ബൈ മേക്കിംഗ് സോൾട്ട് അണ്ടർ ലീഡർഷിപ്പ് ഓഫ് കെ കേളപ്പൻ ആൻഡ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ അറ്റ് പയ്യന്നൂർ ആൻഡ് കോഴിക്കോട് റെസ്പെക്റ്റീവ്ലി. ബ്രിട്ടീഷ് ആർമി ബ്രൂട്ടലി അറ്റാക്ക്ഡ് ദ സത്യാഗ്രഹീസ് ആൻഡ് അറസ്റ്റ് ലീഡേഴ്സ്. ബ്രിട്ടീഷ് പട്ടാളം ക്രൂരമായിട്ട് ഇവരെ മർദ്ദിക്കുകയും അതുപോലെ തന്നെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. British army brutally attacked the Satyagrahis and arrested the leaders.
ബോയ്ക്കോട്ട് ഫോറിൻ ഗുഡ്സ്, പിക്കറ്റിംഗ് ലിക്കർ ഷോപ്സ് ആൻഡ് പോപ്പുലറൈസിംഗ് ഖാദി വേർ ആൾസോ പാർട്ട് ഓഫ് ദ സിവിൽ ഡിസോബഡി മൂവ്മെൻറ്റ്. അപ്പോൾ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തീരുകയാണ് വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും മദ്യഷാപ്പുകളുടെ പിക്കറ്റിങ്ങും അതുപോലെ തന്നെ ഖാദി വസ്ത്ര പ്രചാരണവും. ഇതെല്ലാം നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തീർന്നു. അപ്പോൾ അത്രയും ഭാഗമാണ് നമ്മൾ നിയമലംഘന പ്രസ്ഥാനം അഥവാ സിവിൽ ഡിസോബഡി മൂവ്മെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയത്. അപ്പോൾ 1930-കളിലാണ് നിയമലംഘന പ്രസ്ഥാനം മലബാറിൽ ശക്തമായി തീർന്നത്. ജനങ്ങൾ ഉപ്പ് നിയമം ലംഘിക്കുകയും ഉപ്പുണ്ടാക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് നേതാക്കന്മാരുടെ പേരെടുത്ത് പറയുന്നു. പയ്യന്നൂരിലെ കെ കേളപ്പനും കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹ്മാനുമായിരുന്നു. ബ്രിട്ടീഷ് പട്ടാളം ഇവരെ ക്രൂരമായി മർദ്ദിക്കുകയും തുടർന്ന് ഇവരെ നേതാക്കന്മാരെല്ലാം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായി തീർന്ന കാര്യങ്ങളാണ് വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം, അതുപോലെ തന്നെ മദ്യശാല പിക്കറ്റിങ്, അതേപോലെ തന്നെ ഖാദി വസ്ത്ര പ്രചാരണം എന്നിവയെല്ലാം നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തീർന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിയമലംഘന പ്രസ്ഥാനം. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്കാണ് കിടക്കുന്നത്. വെൻ ഗാന്ധിജി കാൾഡ് ബാക്ക് സിവിൽ ഡിസോബഡി മൂവ്മെൻറ്റ് മെനി കോൺഗ്രസ് മെമ്പേഴ്സ് ഇൻ കേരള മൂവ്ഡ് ടു സോഷ്യലിസ്റ്റ് പാർട്ടി. ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെച്ചിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു കൂട്ടം നേതാക്കന്മാർ സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്ക് മാറുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടത് 1934 ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിലാണ് രൂപീകരിച്ചത്. ജയപ്രകാശ് നാരായണൻ്റെ അധ്യക്ഷതയിലാണ്. ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വെൻ ഗാന്ധിജി കാൾഡ് ബാക്ക് ദ സിവിൽ ഡിസോബഡി മൂവ്മെൻറ്റ് മെനി കോൺഗ്രസ് മെമ്പേഴ്സ് ഇൻ കേരള മൂവ്ഡ് ടു ദ സോഷ്യലിസ്റ്റ് പാർട്ടി. അപ്പോൾ അത്രയും ഭാഗം നമ്മൾ സോഷ്യലിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് മാത്രമേ ചർച്ചയുള്ളൂ. ഇനി അടുത്ത ഭാഗം നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് ചർച്ച ചെയ്യുന്നത്. In 1939, the Congress Socialist Party was reorganized as a Communist Party of India. അങ്ങനെ 1939 കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്പ്ലിറ്റ് ആയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകരിക്കപ്പെട്ടു. In 1939, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി വാസ് റീഓർഗനൈസ്ഡ് ആസ് എ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. EMS നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ, P കൃഷ്ണപിള്ള വേർ ദ പ്രോമിനന്റ് ലീഡേഴ്സ് ഓഫ് ദ പാർട്ടി. അപ്പോൾ ഇവരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ. EMS നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ, P കൃഷ്ണപിള്ള എന്നിവരായിരുന്നു അക്കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കേരളത്തിലെ നേതാക്കന്മാർ. അപ്പോൾ നമ്മൾ പറഞ്ഞത് കോൺഗ്രസ് അതായത് നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജി നിർത്തിവെച്ചിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജനങ്ങളെല്ലാം സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം നേതാക്കന്മാർ സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്ക് മാറി. അങ്ങനെ വന്നപ്പോൾ 1939 ആ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി റീഓർഗനൈസ് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള നേതാക്കന്മാരാണ് EMS നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ, P കൃഷ്ണപിള്ള തുടങ്ങിയവർ. ഇനി നമ്മൾ അടുത്ത ഭാഗത്തിൽ മനസ്സിലാക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളാണ്. ആക്ടിവിറ്റീസ് ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. They organized peasants and workers to fight against the Janmi system and the British imperialism. They organized peasants and workers. അവർ കുടിയാന്മാരെയും അല്ലെങ്കിൽ കർഷകരെയും തൊഴിലാളികളെയും അവർ സംഘടിപ്പിച്ചു. They organized peasants and workers എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ജന്മി സിസ്റ്റം ആൻഡ് ബ്രിട്ടീഷ് ഇമ്പീരിയലിസം. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ടും അതേപോലെ തന്നെ ജന്മി സമ്പ്രദായത്തിനെതിരായിട്ടും ജനങ്ങളെ സംഘടിപ്പിച്ചു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. They organized peasants and workers to fight against the Janmi system and British imperialism. Protests were held at Kayyur, Morara, Karivallur, etc. അപ്പോൾ ഇതിനെ തുടർന്നിട്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. Protests were held at Kayyur, Morara, Karivallur, etc. under the banner of peasant organizations. അപ്പോൾ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ സമരങ്ങൾ സംഘടിപ്പിക്കപ്പെട്ട പ്രദേശങ്ങളാണ് കയ്യൂര്, മൊറാഴ, കരിവള്ളൂർ തുടങ്ങിയ പ്രദേശങ്ങൾ. മറന്നുപോലെ കയ്യൂർ, മൊറാഴ, കരിവള്ളൂർ എന്നിവിടങ്ങളിൽ കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നു. അപ്പോൾ അത്രയും ഭാഗമാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിയത്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം, ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം നിർത്തലാക്കിയപ്പോൾ ജനങ്ങളെല്ലാം അല്ലെങ്കിൽ ഒരു കൂട്ടം നേതാക്കന്മാർ എവിടേക്ക് പോയി? സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്ക് മാറി. 1939 ആ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി റീഓർഗനൈസ് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആയി തീർന്നു. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വം വഹിച്ചത് EMS നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ, P കൃഷ്ണപിള്ള തുടങ്ങിയവരായിരുന്നു. ഇവരെ ജനങ്ങളെ സംഘടിപ്പിക്കുകയും അല്ലെങ്കിൽ കർഷകരെയും തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും എന്നിട്ട് പല പ്രദേശങ്ങളിലും കയ്യൂര്, മൊറാഴ, കരിവള്ളൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ഇനി നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ കുറിച്ചാണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് പാസ്സാക്കുന്നത് 1942 ബോംബെയിൽ വെച്ചിട്ടാണ്. ഓർമ്മയുണ്ടാവുന്നതായിരിക്കുന്നു. പ്രൊട്ടസ്റ്റ് റിലേറ്റിംഗ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഇൻ മലബാർ വിറ്റ്നസ്ഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ഗവൺമെൻറ് ബിൽഡിംഗ്സ്, ബ്രിഡ്ജസ്, ടെലിഫോൺ ലൈൻസ് എക്സെട്ര. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് സർക്കാർ കെട്ടിടങ്ങൾ നശിപ്പിക്കുക, പാലങ്ങൾ തകർക്കുക, ടെലിഗ്രാഫ് കമ്പികൾ മുറിച്ചിടുക എന്നീ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ധാരാളമായി കേരളത്തിൽ സംഘടിപ്പിക്കപ്പെട്ടു. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മലബാർ വിറ്റ്നസ്ഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ഗവൺമെൻറ് ബിൽഡിംഗ്സ്, ബ്രിഡ്ജസ്, ടെലിഫോൺ ലൈൻസ് എക്സെട്ര. ഇനി ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് കീഴാരിയൂർ ബോംബ് കേസ്.
കീഴാരിയൂർ ബോംബ് കേസ് വാസ് വൺ ഓഫ് ദ മേജർ ഇൻസിഡന്റ് ഡ്യൂറിംഗ് ദിസ് ടൈം. ഈ കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് കീഴാരിയൂർ ബോംബ് കേസ്. ഈ കേസ് എന്താണെന്നാണ് ഇനി വ്യക്തമാക്കുന്നത്. ഇൻ ദിസ് ഇൻസിഡന്റ് എ പോലീസ് കേസ് വാസ് ചാർജ്ഡ് അഗെയിൻസ്റ്റ് 27 persons including KB Menon and കുഞ്ഞിരാമക്കിടാവ്, അക്യൂസിംഗ് ദം ഓഫ് കോൺസ്പിറിംഗ് ടു ഡിസ്ട്രോയ് ദ ഫറോക്ക് ബ്രിഡ്ജ്. അപ്പോൾ ഈ കേസ് എന്ന് പറയുന്നത് ഫറോക്ക് പാലം തകർക്കാൻ KB മേനോൻ, കുഞ്ഞിരാമക്കിടാവ് എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു ഗൂഢാലോചന നടന്നു എന്ന് ആരോപിച്ചുകൊണ്ട് 27 പേരെ പ്രതി ചേർത്ത് പോലീസ് ഒരു കേസ് ഫയൽ ചെയ്തു. അതാണ് ഈ കീഴാരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത്. അതായത് ഈ ഫറോക്ക് പാലം തകർത്തില്ല, ഫറോക്ക് പാലം തകർക്കാൻ ഗൂഢാലോചന ഇട്ടു എന്നുള്ള ആ കുറ്റം ആരോപിച്ചുകൊണ്ട് 27 പേരെ, പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയാണ്? KB മേനോനും കുഞ്ഞിരാമക്കിടാവും തുടങ്ങിയ ആൾക്കാരെ എല്ലാം ജയിലടക്കുകയാണ് ചെയ്തത്. ഈ സംഭവമാണ് കീഴാരിയൂർ ബോംബ് കേസ് എന്നറിയപ്പെടുന്നത്. കീഴാരിയൂർ ബോംബ് കേസ് വാസ് വൺ ഓഫ് ദ മേജർ ഇൻസിഡന്റ് ഡ്യൂറിംഗ് ദിസ് ടൈം. ഈ കാലഘട്ടത്തിൽ, ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് കീഴാരിയൂർ ബോംബ് കേസ്. ഇൻ ദിസ് ഇൻസിഡന്റ് പോലീസ് കേസ് വാസ് ചാർജ്ഡ് against 27 persons including KB മേനോൻ ആൻഡ് കുഞ്ഞിരാമക്കിടാവും. എന്ത് കുറ്റം ആരോപിച്ചുകൊണ്ടാണ്? അക്യൂസിംഗ് ദം ഓഫ് കോൺസ്പിറിംഗ് ടു ഡിസ്ട്രോയ് ദ ഫറോക്ക് ബ്രിഡ്ജ്. ഫറോക്ക് പാലം തകർക്കാൻ ഗൂഢാലോചന നടന്നു എന്നുള്ള കുറ്റം ആരോപിച്ചുകൊണ്ട് KB മേനോൻ, കുഞ്ഞിരാമക്കിടാവ് തുടങ്ങിയ 27 പേരെ ചേർത്ത് ഒരു കേസ് ഫയൽ ചെയ്യുകയാണ് ചെയ്തത്. അതാണ് കീഴാരിയൂർ ബോംബ് കേസ്. അപ്പോൾ ഇത്രയും ഭാഗമാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ പ്രധാനപ്പെട്ട പ്രതിഷേധ ഒരു സംഭവമാണ് കീഴാരിയൂർ ബോംബ് കേസ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഭാഗമായിട്ട് മലബാറിൽ ധാരാളം സർക്കാർ കെട്ടിടങ്ങൾ നശിപ്പിക്കേണ്ടായി, പാലങ്ങൾ തകർക്കേണ്ടായി, ടെലിഫോൺ കമ്പികളൊക്കെ മുറിച്ചിടുകയൊക്കെ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതിനോടനുബന്ധിച്ചൊരു പ്രധാനപ്പെട്ട സംഭവമാണ് കീഴാരിയൂർ ബോംബ് കേസ്. കീഴാരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത് 27 പേരെ, പ്രത്യേകിച്ച് KB മേനോൻ, കുഞ്ഞിരാമക്കിടാവ് തുടങ്ങിയ ആൾക്കാരെയാണ് എന്ത് കുറ്റം ആരോപിച്ചുകൊണ്ടാണ് ഫറോക്ക് പാലം തകർക്കാൻ ഗൂഢാലോചന ഇട്ടു എന്നുള്ള ഒരു കുറ്റം ആരോപിച്ചുകൊണ്ടാണ് 27 പേരെ, പ്രത്യേകിച്ച് കുഞ്ഞിരാമക്കിടാവ് അതേപോലെ തന്നെ KB മേനോൻ എന്നിവരെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഒരു ഭാഗം കഴിഞ്ഞു. മലബാറിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഇത്രയും ഭാഗം ചർച്ച ചെയ്തത്. മലബാറിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്? ആദ്യം നമ്മൾ മനസ്സിലാക്കിയ കാര്യം പ്രധാനപ്പെട്ട 2 സമ്മേളനങ്ങൾ, കോൺഫറൻസസുകളാണ് മനസ്സിലാക്കിയത്. ഫസ്റ്റ് കോൺഫറൻസ് ഓഫ് മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസ് ചെയർഡ് ബൈ ആനി ബസന്റ് വാസ് ഹെൽഡ് അറ്റ് പാലക്കാട് 1916. അപ്പോൾ 1916 ആനി ബസന്റ് അധ്യക്ഷതയിൽ പാലക്കാട് വെച്ച് ചേർന്ന മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം, അത് അവിടെയാണ് ആദ്യം ചർച്ച ചെയ്തത്. പിന്നെ അക്കാലഘട്ടത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, കേരളത്തിലെ നേതാക്കന്മാർ KP കേശവമേനോൻ, KP രാമൻമേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, K മാധവൻ നായർ, മൊയ്ത് മൗലവി എന്നിവരാണ്, MP നാരായണമേനോൻ തുടങ്ങിയവരായിരുന്നു കോൺഗ്രസിലെ അക്കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ. പിന്നെ ഒരു കാര്യം കൂടെ ചർച്ച ചെയ്തു. ലാസ്റ്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ്, അവസാനത്തെ രാഷ്ട്രീയ സമ്മേളനം മഞ്ചേരിയിൽ വെച്ചാണ് 1920 സംഘടിപ്പിക്കപ്പെട്ടത്. അത് ചർച്ച ചെയ്ത കാര്യങ്ങൾ രാഷ്ട്രീയ പരിഷ്കാരങ്ങളും കർഷകരുടെ പ്രശ്നങ്ങളും ഖിലാഫത്ത് എന്നിവയൊക്കെയാണ് ചർച്ച ചെയ്തത്. പിന്നെ അടുത്ത ഭാഗത്ത് നമ്മൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തെക്കുറിച്ചാണ് മനസ്സിലാക്കിയത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തെക്കുറിച്ചും മലബാർ റബലിനെ കുറിച്ചാണ്. 1920 ഗാന്ധി ഷൗക്കത്തിലെയും ചേർന്നിട്ട് കേരളത്തിലേക്ക് എത്തിച്ചേരുകയും തുടർന്ന് ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു. കട്ടലശ്ശേരി മുഹമ്മദ് മൗലവിയെ പ്രസിഡന്റായിട്ടും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ സെക്രട്ടറി ആയിട്ടും നിയമിക്കുകയുണ്ടായി. അങ്ങനെ ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തിപ്പെടുകയും ഏറനാട്, വള്ളുവനാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നേരിട്ട് ഫൈറ്റ് ഉണ്ടാവുകയും ചെയ്തു. ആ ഫൈറ്റിന് നമ്മൾ അറിയപ്പെടുന്ന പേരാണ് മലബാർ കലാപം എന്നാണ് അറിയപ്പെടുന്നത്. 1921. ഇനി അതിനുശേഷം 1930 കാര്യമാണ് പറയുന്നത്. നിയമലംഘന പ്രസ്ഥാനം കേരളത്തിൽ ശക്തമാകുന്ന 1930 ഒപ്പ് സത്യാഗ്രഹം നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണെന്ന് നന്നായിട്ട് ഓർമ്മയുണ്ടാവണം. കേളപ്പൻ്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലും കോഴിക്കോട് നേതൃത്വം കൊടുത്ത മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബായിരുന്നു. ബ്രിട്ടീഷ് സൈനികർ നമ്മുടെ സത്യാഗ്രഹികളെ അറസ്റ്റ് ചെയ്യുകയും അതേപോലെ തന്നെ ഈ സമരം അടിച്ചമർത്തുകയും ചെയ്തു. നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തീർന്ന കാര്യങ്ങളാണ് ബോയ്ക്കോട്ട് ഫോറിൻ ഗുഡ്സ്, പിക്കറ്റ് ലിക്കർ ഷോപ്സ്, പോപ്പുലറൈസിംഗ് ഖാദി തുടങ്ങിയവ. ഇത് നമ്മൾ അടുത്ത ഭാഗത്തിലാണ് ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം നിർത്തലാക്കിയതോടുകൂടി ജനങ്ങളെല്ലാം അല്ലെങ്കിൽ നേതാക്കന്മാരായ സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്ക് മാറുകയും 1939 സോഷ്യലിസ്റ്റ് പാർട്ടി റീഓർഗനൈസ് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആയിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ EMS നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ, അതുപോലെ P കൃഷ്ണപിള്ള തുടങ്ങിയവരായിരുന്നു. അപ്പോൾ ഈ പേരുകളൊക്കെ ഓർമ്മയുണ്ടാവണം. AK ഗോപാലൻ, P കൃഷ്ണപിള്ള, ഈ പേരുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് ഗുരുവായൂർ സത്യാഗ്രഹത്തിലാണ്. ഓർമ്മയുണ്ടാവണം. EMS നമ്പൂതിരിപ്പാട് ഒഴികെ AK ഗോപാലൻ, P കൃഷ്ണപിള്ള എന്നിവരുടെ പേര് നമ്മൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ഉണ്ടാവണം. AK ഗോപാലൻ ആൻഡ് P കൃഷ്ണപിള്ള വേറെ പ്രോമിനന്റ് ലീഡേഴ്സ് ഓഫ് ദ പാർട്ടി. ഇവരെന്താ ചെയ്തത്? ദേ ഓർഗനൈസ്ഡ്
വർക്കേഴ്സ് ആൻഡ് ദി ഓർഗനൈസ്ഡ് മെനി പേഴ്സൺസ് സ്ട്രഗിൾ. എവിടേക്കാണ്? കയ്യൂർ, മൊറാഴ, കരിവള്ളൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ. പിന്നെ നമ്മൾ അതിനുശേഷം അടുത്ത ഭാഗത്തിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. മലബാറിൽ കെട്ടിടങ്ങൾ പൊളിക്കുക, അല്ലെ സർക്കാർ കെട്ടിടങ്ങൾ പൊളിക്കുക, അതിൽ തന്നെ നശിപ്പിക്കുക, പാലങ്ങൾ തകർക്കുക, ടെലിഫോൺ ഗ്രാഫ് കമ്പികൾ മുറിച്ചിടുക തുടങ്ങിയവയ്ക്കായിരുന്നു പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് കീഴാരൂർ ബോംബ് കേസ് എന്ന് പറയുന്നത്. ആ കീഴാരൂർ ബോംബ് കേസ് എന്ന് വെച്ചാൽ ഫെറോക്ക് പാലം തകർക്കാൻ കെ ഭീമേനോൻ, കുഞ്ഞിരാമ കിടാവ് എന്നിവർ 227 പേര് ഗൂഢാലോചന നടത്തി എന്നുള്ള കുറ്റം ആരോപിച്ചുകൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്യുകയാണ്. അതാണ് കീഴാരൂർ ബോംബ് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ മലബാറിലെ കാര്യം മനസ്സിലാക്കി. അപ്പോൾ മലബാറിൽ നമ്മൾ പ്രധാനമായിട്ടും നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഖിലാഫത്ത് മൂവ്മെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയ ദേശീയ സമര കാര്യങ്ങളാണത്. അതേപോലെ തന്നെ മറ്റൊരു നിയമലംഘന പ്രസ്ഥാനം, ആ സിവിൽ ഡിസബിലിറ്റി മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് ചർച്ച ചെയ്തത്. ഇനി അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരുന്നു കീഴാരൂർ ബോംബ് കേസ്. അപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കുക. ഇത് നമ്മൾ അടുത്ത ഭാഗത്തേക്കാണ് കിടക്കുന്നത്. ട്രാവൻകൂറിൽ, തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. In Travancore, political agitation started in 1891 with the മലയാളി മെമ്മോറിയൽ. 1891 മലയാളി മെമ്മോറിയലോട് കൂടിയാണ് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. In Travancore, political agitation started in 1891 with the മലയാളി മെമ്മോറിയൽ. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ബാരിസ്റ്റർ GP പിള്ള. ഈ മലയാളി മെമ്മോറിയൽ നേതൃത്വം കൊടുത്തത് ബാരിസ്റ്റർ GP പിള്ളയാണ്. അണ്ടർ ദ ലീഡർഷിപ്പ് ബാരിസ്റ്റർ GP പിള്ള. എ മെമ്മോറണ്ടം വാസ് സബ്മിറ്റ് ടു ദ കിങ്. അപ്പോൾ ഈ നിവേദനം സമർപ്പിച്ചത് ആർക്കാണ്? ഈ ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിലുള്ള നിവേദനം സമർപ്പിച്ചത് രാജാവിനാണ്. എ മെമ്മോറണ്ടം വാസ് സബ്മിറ്റ് ടു ദ കിങ് സൈൻഡ് ബൈ മോർ ദാൻ 10,000 പീപ്പിൾ. 10,000 ആൾക്കാർ ഒപ്പിട്ട ഒരു നിവേദനം ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ മഹാരാജാവിന് സമർപ്പിക്കപ്പെടുകയുണ്ടായി. അണ്ടർ ലീഡർഷിപ്പ് ബാരിസ്റ്റർ GP പിള്ള. എ മെമ്മോറണ്ടം വാസ് സബ്മിറ്റ് ടു ദ കിങ് സൈൻഡ് ബൈ മോർ ദാൻ 10,000 പീപ്പിൾ. ഇനി എന്താണ് ഇതിൻ്റെ ആവശ്യം എന്താണെന്നാണ് പറയുന്നത്. സീക്കിംഗ് പ്രപ്പോർഷനേറ്റ് റെപ്രസെൻറ്റേഷൻ ഫോർ ദ പീപ്പിൾ ഓഫ് ട്രാവൻകൂർ ഇൻ ഗവൺമെൻറ് ജോബ്സ്. മലയാളികൾക്ക് മതിയായിട്ടുള്ള പ്രാധാന്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം ആൾക്കാർ ഒപ്പിട്ട മെമ്മോറണ്ടം മഹാരാജാവിന് സമർപ്പിച്ചത്. ദിസ് മാസ് റെപ്രസെൻറ്റേഷൻ ഈസ് നോൺ ആസ് ദ മലയാളി മെമ്മോറിയൽ. അപ്പോൾ ഈ സംഭവത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മലയാളി മെമ്മോറിയൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ദിസ് മാസ് റെപ്രസെൻറ്റേഷൻ ഈസ് നോൺ ആസ് മലയാളി മെമ്മോറിയൽ. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ മനസ്സിലാക്കിയത് മലയാളി മെമ്മോറിയലിനെ കുറിച്ച് മാത്രമാണ്. In Travancore, political agitation started in 1891 with മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ തുടക്കം കുറിക്കുന്ന മലയാളി മെമ്മോറിയലോട് കൂടിയാണ്. അണ്ടർ ലീഡർഷിപ്പ് ബാരിസ്റ്റർ GP പിള്ള. ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ എ മെമ്മോറണ്ടം വാസ് സബ്മിറ്റ് ദ കിങ് സൈൻഡ് ബൈ മോർ ദാൻ 10,000 പീപ്പിൾ സീക്കിംഗ് പ്രപ്പോർഷനേറ്റ് റെപ്രസെൻറ്റേഷൻ ഫോർ ദ പീപ്പിൾ ഓഫ് ട്രാവൻകൂർ ഇൻ ഗവൺമെൻറ് ജോബ്സ്. ദിസ് മാസ് റെപ്രസെൻറ്റേഷൻ ഈസ് നോൺ ആസ് എ മലയാളി മെമ്മോറിയൽ. അപ്പോൾ സർക്കാർ ജോലി തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് മതിയായിട്ടുള്ള പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം ആൾക്കാർ ഒപ്പിട്ട ഒരു നിവേദനം, ഒരു മെമ്മോറണ്ടം രാജാവിന് സമർപ്പിക്കപ്പെടുകയുണ്ടായി. ഇത് മലയാളി മെമ്മോറിയൽ എന്നറിയപ്പെടുന്നു. അപ്പോൾ അത്രയും ഭാഗം നമ്മൾ മനസ്സിലാക്കിയത് മലയാളി മെമ്മോറിയലിനെ കുറിച്ച് മാത്രമാണ്. ഇനി അടുത്ത ഭാഗം നമ്മൾ ഈഴവ മെമ്മോറിയലിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. In 1896, 1896 ഡോക്ടർ പൽപ്പു, പേര് മറന്നുപോലെ ഈഴവരുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ പൽപ്പു. In 1896, ഡോക്ടർ പൽപ്പു സബ്മിറ്റഡ് എ മെമ്മോറിയൽ ടു ദ കിങ്. 1896 ഡോക്ടർ പൽപ്പു ഒരു നിവേദനം രാജാവിന് സമർപ്പിക്കപ്പെടുകയുണ്ടായി. എന്താണ് ഇതിനകത്തുള്ള കാര്യം? റൈസിംഗ് ദ പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ ഈഴവ കമ്മ്യൂണിറ്റി. ഇപ്പോൾ ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മഹാരാജാവിന് ഡോക്ടർ പൽപ്പുവിന് നേതൃത്വത്തിലൊരു മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുകയുണ്ടായി. In 1896, ഡോക്ടർ പൽപ്പു സബ്മിറ്റഡ് എ മെമ്മോറിയൽ ടു ദ കിങ് റൈസിംഗ് ദ പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ ഈഴവ കമ്മ്യൂണിറ്റി. നമുക്ക് വേണ്ടത് റൈസിംഗ് ദ പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ ഈഴവ കമ്മ്യൂണിറ്റി. ഈഴവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു നിവേദനം രാജാവിന് സമർപ്പിക്കപ്പെടുകയുണ്ടായി ഡോക്ടർ പൽപ്പു. ദിസ് ഈസ് നോട്ട് ആസ് ഈഴവ മെമ്മോറിയൽ. ഇതിനറിയപ്പെടുന്ന പേരാണ് ഈഴവ മെമ്മോറിയൽ. അപ്പോൾ സൈഡിലായിട്ട് ഈഴവ മെമ്മോറിയൽ എന്ന് എഴുതി വെച്ചു. അപ്പോൾ അത്രയും ഭാഗങ്ങൾ നമ്മൾ ഈഴവ മെമ്മോറിയലിനെ കുറിച്ച് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ 2 കാര്യങ്ങൾ ചർച്ച ചെയ്ത്, ഒന്ന് മലയാളി മെമ്മോറിയൽ, 2 ഈഴവ മെമ്മോറിയൽ. ഇനി അടുത്ത സെക്ഷൻ, ദ ഡീപ്പോർട്ടേഷൻ ഓഫ് രാമകൃഷ്ണ പിള്ളൈ, ദ എഡിറ്റർ ഓഫ് സ്വദേശാഭിമാനി. അപ്പോൾ ഡീപ്പോർട്ടേഷൻ മീൻസ് നാടുകടത്തൽ. രാമകൃഷ്ണ പിള്ളയുടെ നാടുകടത്തൽ. അദ്ദേഹം ആരാണ്? എഡിറ്റർ ഓഫ് സ്വദേശാഭിമാനി. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായിട്ടുള്ള രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തി. അപ്പോൾ ഈ സ്വദേശാഭിമാനി എന്ന പത്രം സ്ഥാപിച്ചത് വക്ക അബ്ദുൽ ഖാദർ മൗലവിയാണ്. അപ്പോൾ ആ വക്ക അബ്ദുൽ ഖാദർ മൗലവിയുടെ ഒരു പത്രമാണ് സ്വദേശാഭിമാനി. ആ പത്രത്തിൻ്റെ പത്രാധിപരായിട്ടുള്ള രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുകയുണ്ടായി. എന്താണ് കാരണം? എ ന്യൂസ് പേപ്പർ ഫോർ ക്രിട്ടിസൈസിങ് ദെൻ ദ ദിവാൻ ഓഫ് ട്രാവൻകൂർ കോസ് സിഗ്നിഫിക്കൻറ്റ് പൊളിറ്റിക്കൽ ത്രൂസ് ഇൻ കേരള. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് അദ്ദേഹത്തെ നാടുകടത്താനുള്ള കാരണം? ഫോർ ക്രിട്ടിസൈസിങ് ദ ദിവാൻ ഓഫ് ട്രാവൻകൂർ. അതാണ് നമുക്ക് വേണ്ടത്. തിരുവിതാംകൂറിലെ ദിവാനെ
ക്രിട്ടിസൈസ് ചെയ്തു അല്ലെങ്കിൽ വിമർശിച്ചു എന്നുള്ള കുറ്റം ആരോപിച്ചുകൊണ്ടാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിട്ടുള്ള രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയത്. ദ ഡിപ്പോർട്ടേഷൻ രാമകൃഷ്ണപിള്ള ദളിത്ര സ്വദേശാഭിമാനി എ ന്യൂസ് പേപ്പർ ഫോർ ക്രിട്ടിസൈസ് ദിവാൻ ഓഫ് ട്രാവൻകൂർ. അതെന്തിന് കാരണമായി തീർന്നു? കോസ്റ്റ് സിഗ്നിഫിക്കന്റ് പൊളിറ്റിക്കൽ ത്രൂസ് ഇൻ കേരള. അത് തിരുവിതാംകൂറിൽ രാഷ്ട്രീയ രംഗത്ത് വളരെ അധികം ചലനങ്ങൾ സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു. ഇതിനെ തുടർന്നിട്ട് സ്റ്റുഡൻറ് അജിറ്റേഷൻ സ്പ്രെഡ് ആൾ ഓവർ ട്രാവൻകൂർ. ഇതിനെ തുടർന്നിട്ട് തിരുവിതാംകൂറിൽ ഉടനീളം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ വളർന്നു വരികയും ചെയ്തു. അപ്പോൾ അത്രയും ഭാഗം നമ്മൾ മനസ്സിലാക്കുന്നത് ഡീപ്പോർട്ടേഷൻ ഓഫ് രാമകൃഷ്ണപിള്ള. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാം. ഡീപ്പോർട്ടേഷൻ രാമകൃഷ്ണപിള്ള, ദ ഡിക്റ്റർ ഓഫ് സ്വദേശാഭിമാനി എ ന്യൂസ് പേപ്പർ ക്രിട്ടിസൈസ് ദ ദിവാൻ ഓഫ് ട്രാവൻകൂർ കോസ് സിഗ്നിഫിക്കന്റ് പൊളിറ്റിക്കൽ ത്രോസ് ഇൻ കേരള. അതിനെ തുടർന്ന് സ്റ്റുഡൻറ് അജിറ്റേഷൻ സ്പ്രെഡ് ആൾ ഓവർ ട്രാവൻകൂർ. അപ്പോൾ തിരുവിതാംകൂറിലെ ദിവാനെ വിമർശിച്ചതിൻ്റെ കുറ്റം ആരോപിച്ചുകൊണ്ട് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായിട്ടുള്ള രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയത് തിരുവിതാംകൂറിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമായി തീരുകയും തുടർന്ന് സ്റ്റുഡൻറ് അജിറ്റേഷൻ ട്രാവൻകൂറിൽ എമ്പാടും ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ അത്രയും ഭാഗം നമ്മൾ ഡീപ്പോർട്ടേഷൻ ഓഫ് രാമകൃഷ്ണപിള്ള. അപ്പോൾ നമ്മൾ 3 ഭാഗമായി. ഫസ്റ്റ് ഭാഗം മലയാളി മെമ്മോറിയൽ, സെക്കൻഡ് പാർട്ട് ഈഴവ മെമ്മോറിയൽ, മൂന്നാമത്തെ പാർട്ട് ഡീപ്പോർട്ടേഷൻ ഓഫ് രാമകൃഷ്ണപിള്ള. അതിൻ്റെ കാരണം അറിയാമല്ലോ. കാരണം എന്തായിരുന്നു? ക്രിട്ടിസൈസിങ് ദിവാൻ ഓഫ് ട്രാവൻകൂർ. തിരുവിതാംകൂറിലെ ദിവാനെ വിമർശിച്ചു എന്നുള്ള കുറ്റം ആരോപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ നാട് കടത്തിയത്. ഇനി അടുത്ത ഭാഗം. ഇൻ 1932 ക്രിസ്ത്യൻ, മുസ്ലിം ആൻഡ് ഈഴവ കമ്മ്യൂണിറ്റീസ് ലോഞ്ച് അജിറ്റേഷൻ സീക്കിംഗ് റിസർവേഷൻ ഇൻ ഗവൺമെൻറ് ജോബ്സ് ഇൻ പ്രൊപ്പോർഷൻ ടു ദെയർ പോപ്പുലേഷൻ. അപ്പോൾ ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 ജനസംഖ്യാനുപാതികമായി തങ്ങൾക്കും ജോലി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു നിവേദനം സമർപ്പിക്കേണ്ടായി. ദിസ് വാസ് നോട്ട് ആസ് നിവർത്തന പ്രക്ഷോഭം അഥവാ അബ്സ്റ്റൻഷൻ മൂവ്മെന്റ്. ഇതിനെ വിളിക്കുന്ന പേരാണ് നിവർത്തന പ്രക്ഷോഭം അല്ലെങ്കിൽ അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ദിസ് വാസ് ലെഡ് ബൈ NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ തുടങ്ങിയവരാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ നമ്മൾ അടുത്ത ഭാഗമാണ് അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് അഥവാ നിവർത്തന പ്രക്ഷോഭം. ഇൻ 1932 ക്രിസ്ത്യൻ, മുസ്ലിം ആൻഡ് ഈഴവ കമ്മ്യൂണിറ്റീസ് ലോഞ്ച് അജിറ്റേഷൻ സീക്കിംഗ് റിസർവേഷൻ ഇൻ ഗവൺമെൻറ് ജോബ്സ്. അപ്പോൾ ഗവൺമെൻറ് ജോലിയിൽ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗങ്ങളിൽ തങ്ങൾക്കും ജനസംഖ്യാനുപാതികമായിട്ട് സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ, ഈഴവ, മുസ്ലിം സമുദായക്കാർ 1932 നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു അല്ലെങ്കിൽ അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് ആരംഭിച്ചു. നേതൃത്വം നൽകിയത് പേരും കൂടെ ഓർത്തിരിക്കുക. ആരൊക്കെയാണ്? ദിസ് വാസ് ലെഡ് ബൈ NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ തുടങ്ങിയവരാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം ശ്രദ്ധിക്കേണ്ടത് സീക്കിംഗ് പ്രപ്പോർഷനേറ്റ് റെപ്രസെൻറ്റേഷൻ ഇൻ ഗവൺമെൻറ് ജോബ്സ്. ഗവൺമെൻറ് ജോലിയിൽ ആർക്കാണ് പ്രാധാന്യം നൽകേണ്ടത്? ക്രിസ്ത്യൻ, മുസ്ലിം ആൻഡ് ഈഴവ കമ്മ്യൂണിറ്റി. വർഷം ഓർത്തിരിക്കുക 1932. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് മലയാളി മെമ്മോറിയൽ, സെക്കൻഡ് പാർട്ട് ഈഴവ മെമ്മോറിയൽ, അതിനുശേഷം അടുത്ത പാർട്ട് ഡിപ്പോർട്ടേഷൻ രാമകൃഷ്ണപിള്ള, അതിനുശേഷം അടുത്ത ഭാഗം നിവർത്തന പ്രക്ഷോഭം അല്ലെങ്കിൽ അബ്സ്റ്റൻഷൻ മൂവ്മെന്റ്. അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് ആർക്ക് വേണ്ടിയിട്ടാണ്? ക്രിസ്ത്യൻ, മുസ്ലിം ആൻഡ് ഈഴവ കമ്മ്യൂണിറ്റീസിന് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സീക്കിംഗ് പ്രപ്പോർഷനേറ്റ് റെപ്രസെൻറ്റേഷൻ ഇൻ ഗവൺമെൻറ് ജോബ്സ്. ഇനി അടുത്ത ഭാഗത്തിൽ In 1938, the formation of the Travancore State Congress with Pattan Nanapilla as the president, political activities in Travancore gained momentum. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പട്ടം താണുള്ള നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ടതോടുകൂടി തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ കൂടുതൽ ശക്തമായി തീർന്നു. ഇൻ 1938 ദ ഫോർമേഷൻ ഓഫ് ദ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് വിത്ത് പട്ടം താണുള്ള ആസ് പ്രസിഡന്റ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ട്രാവൻകൂർ ഗെയിൻഡ് മൊമെന്റം. അപ്പോൾ അത്രയും ഭാഗം നമ്മൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. 1938 ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചത്. പട്ടം താണുള്ള നേതൃത്വത്തിലാണ് രൂപീകരിച്ചത്. അതോടുകൂടി തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ കൂടുതൽ ശക്തമായി തീർന്നു. അടുത്ത ഭാഗം ദ പുന്നപ്പറ വയലാർ പ്രൊട്ടസ്റ്റ് ഇൻ 1946 against the administrative reforms of ദിവാൻ സർ CP രാമസ്വാമി അയ്യർ. 1946 പുന്നപ്പറ വയലാർ സമരം നടന്നു. എന്തിനെതിരായിട്ടുള്ളതാണെന്നാണ് പ്രധാനം? എഗെയിൻസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഓഫ് ദിവാൻ സർ CP രാമസ്വാമി അയ്യർ. തിരുവിതാംകൂറിലെ ദിവാനായിട്ടുള്ള സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരായിട്ടുള്ളതായിരുന്നു പുന്നപ്പറ വയലാർ സമരം. ദ പുന്നപ്പറ വയലാർ പ്രൊട്ടസ്റ്റ് ഇൻ 1946 against the administrative reforms of ദിവാൻ സർ CP രാമസ്വാമി അയ്യർ ലെറ്റ് ദ എൻട്രി ഓഫ് ദ വർക്കിംഗ് ക്ലാസ് ഇൻ ദ പൊളിറ്റിക്കൽ അറീന. അതോടുകൂടിയാണ് തൊഴിലാളികൾ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നത്. തിരുവിതാംകൂറിൽ തൊഴിലാളികൾ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരാൻ കാരണമായിട്ടൊരു പ്രധാനപ്പെട്ട സമരമാണ് 1946 പുന്നപ്പറ വയലാർ സമരം. ദ പുന്നപ്പറ വയലാർ പ്രൊട്ടസ്റ്റ് ഇൻ 1946 against administrative reforms of ദിവാൻ സർ CP രാമസ്വാമി അയ്യർ ലെറ്റ് ദ എൻട്രി ഓഫ് ദ വർക്കിംഗ് ക്ലാസ് ഇൻ ദ പൊളിറ്റിക്കൽ അറീന. അതോടുകൂടി രാഷ്ട്രീയ രംഗത്തേക്ക് സാധാരണക്കാരെ തൊഴിലാളികളും രംഗപ്രവേശനം ചെയ്തു. ഇപ്പോൾ ഈ ഭാഗം നമ്മൾ പുന്നപ്പറ വയലാർ സമരത്തെക്കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്തത്.
അപ്പോൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത ഭാഗം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് മലയാളി മെമ്മോറിയലിനെ കുറിച്ചിട്ടാണ്. 1891 ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,000 ആൾക്കാർ ഒപ്പിട്ടൊരു നിവേദനം രാജാവിന് സമർപ്പിക്കേണ്ടായി. അതിനെ അറിയപ്പെടുന്ന പേരാണ് മലയാളി മെമ്മോറിയൽ. രണ്ടാമത്തത് ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ 1996 റേസിംഗ് ദ പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ ഈഴവ കമ്മ്യൂണിറ്റി, ഈഴവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു സംഭവമാണ് ഈഴവ മെമ്മോറിയൽ. അത് 1996 മൂന്നാമത്തെ ഡീപ്പോർട്ടേഷൻ ഓഫ് രാമകൃഷ്ണപിള്ള നാടുകടത്ത് ക്രിട്ടിസൈസ് ദിവാൻ ഓഫ് ട്രാവൻകൂറിലെ ദിവാനെ വിമർശിച്ചെന്നുള്ള കുറ്റം ആരോപിച്ചുകൊണ്ട് അത് നാടുകടത്തി. അതിനെ തുടർന്ന് സ്റ്റുഡൻറ് രജിസ്ട്രേഷൻ ഉണ്ടായി ട്രാവൻകൂറിൽ. അതിനുശേഷം അടുത്ത ഭാഗത്തിൽ 1932 ക്രിസ്ത്യൻ, മുസ്ലിം ആൻഡ് ഈഴവ കമ്മ്യൂണിറ്റീസ് സീക്കിംഗ് പ്രൊപ്പോഷൻ റെപ്രസെൻറ്റേഷൻ ഗവൺമെൻറ് ജോബ്സ്. അതാണ് നിവർത്തന പ്രക്ഷോഭം നയിച്ചത് NV ജോസഫ്, PK കുഞ്ചൻ, C കേശവൻ തുടങ്ങിയവരാണ്. അതിനുശേഷം 1938 ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത് പട്ടം താഴ്വയുടെ നേതൃത്വത്തിലാണ്. അതിനുശേഷം അടുത്ത ഭാഗത്തിൽ പുന്നപ്ര വയലാർ സമരം എന്തിനെതിരായിട്ടുള്ളതാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. എഗെയിൻസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഓഫ് ദിവാൻ സർ CP രാമസ്വാമി അയ്യർ. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് പ്രധാനമായിട്ട് ചർച്ച ചെയ്ത് ട്രാവൻകൂറിനെ കുറിച്ചാണ്. ഇനി അടുത്ത ഭാഗം നമ്മൾ മനസ്സിലാക്കുന്നത് കൊച്ചിയെ കുറിച്ചിട്ടാണ്. ദ സ്ട്രഗിൾ ഫോർ റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഇൻ കൊച്ചി ബിഗാൻ വിത്ത് ദ ഇലക്ട്രിസിറ്റൈസേഷൻ ഓഫ് 1936. 1936 ഇലക്ട്രിസിറ്റി സമരവുമായി ബന്ധപ്പെട്ടാണ് കൊച്ചിയിലെ ഉത്തരവാദിത്ത പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ദ സ്ട്രഗിൾ ഫോർ റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഇൻ കൊച്ചി ബിഗാൻ വിത്ത് ദ ഇലക്ട്രിസിറ്റൈസേഷൻ ഓഫ് 1936. ഇനി ഇലക്ട്രിസിറ്റി സമരം എന്താണെന്നാണ് വ്യക്തമാക്കുന്നത്. ദ അജിറ്റേഷൻ വാസ് അഗെയിൻസ്റ്റ് ദ ഡിസിഷൻ ഓഫ് ദിവാൻ ഷൺമുഖൻ ചെട്ടി. അപ്പോൾ നമ്മൾ ട്രാവൻകൂറിലെ ദിവാൻ്റെ പേര് മനസ്സിലാക്കിയതാണ് സർ CP രാമസ്വാമി അയ്യർ. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾക്കെതിരായിട്ടുള്ളതായിരുന്നു പുന്നപ്ര വയലാർ സമരം. അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരായിട്ടുള്ളതായിരുന്നു പുന്നപ്ര വയലാർ സമരം. അതേപോലെ തന്നെയാണ് കൊച്ചിയിലെ ദിവാൻ്റെ പേരാണ് ദിവാൻ ഷൺമുഖൻ ചെട്ടി. ദ അജിറ്റേഷൻ വാസ് അഗെയിൻസ്റ്റ് ദ ഡിസിഷൻ ഓഫ് ദ ദിവാൻ ഷൺമുഖൻ ചെട്ടി ടു ഹാൻഡ് ഓവർ ദ ചാർജ് ഓഫ് ഇലക്ട്രിസിറ്റി സപ്ലൈ ഇൻ കൊച്ചി ടു എ പ്രൈവറ്റ് കമ്പനി. ദിവാനായി ഷൺമുഖൻ ചെട്ടി വൈദ്യുതി വിതരണം കൊച്ചിയിൽ നിന്നും സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരായിട്ടാണ് ഇലക്ട്രിസിറ്റി സമരം കൊച്ചിയിൽ സംഘടിപ്പിക്കപ്പെട്ടത്. ദ അജിറ്റേഷൻ വാസ് അഗെയിൻസ്റ്റ് ദ ഡിസിഷൻ ഓഫ് ദിവാൻ ഷൺമുഖൻ ചെട്ടി ടു ഹാൻഡ് ഓവർ ചാർജ് ഓഫ് ഇലക്ട്രിസിറ്റി സപ്ലൈ ഇൻ കൊച്ചി ടു എ പ്രൈവറ്റ് കമ്പനി. ദ അജിറ്റേഷൻ ഫോർ ദ റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഇൻ കൊച്ചി വാസ് നോട്ട് സോ സ്ട്രോങ് ആസ് ഇറ്റ് വാസ് ഇൻ ട്രാവൻകൂർ. അപ്പോൾ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ ട്രാവൻകൂറിലെ അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ പോലെ അത്ര ശക്തമായിരുന്നില്ല കൊച്ചിയിലെ പ്രക്ഷോഭങ്ങൾ. ദ അജിറ്റേഷൻ ഫോർ റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഇൻ കൊച്ചി വാസ് നോട്ട് സോ സ്ട്രോങ് ആസ് ഇറ്റ് വാസ് ഇൻ ട്രാവൻകൂർ. ദ ഫോർമേഷൻ ഓഫ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് S. നീലകണ്ഠയ്യർ ആൻഡ് VR. കൃഷ്ണൻ എഴുത്തച്ഛൻ in 1941 strengthened the movement. അപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ കാര്യമാണ്. ട്രാവൻകൂറിൽ പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിൽ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. അതേപോലെ തന്നെയാണ് കൊച്ചിയിൽ രൂപീകരിക്കപ്പെട്ടതാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. ദ ഫോർമേഷൻ ഓഫ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം അണ്ടർ ലീഡർഷിപ്പ് ഓഫ് ആരുടെ നേതൃത്വത്തിലാണ് S. നീലകണ്ഠയ്യർ ആൻഡ് VR. കൃഷ്ണൻ എഴുത്തച്ഛൻ in 1941 strengthened the movement. 1941 VR. കൃഷ്ണൻ എഴുത്തച്ഛൻ, S. നീലകണ്ഠയ്യർ എന്നിവരുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിക്കപ്പെട്ടതോടുകൂടി കൊച്ചിയിൽ ഉത്തരവാദിത്ത പ്രക്ഷോഭങ്ങൾ കുറച്ചുകൂടി ശക്തമായി തീർന്നു. ദ ഫോർമേഷൻ ഓഫ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം അണ്ടർ ലീഡർഷിപ്പ് ഓഫ് S. നീലകണ്ഠയ്യർ ആൻഡ് VR. കൃഷ്ണൻ എഴുത്തച്ഛൻ in 1941 strengthened the movement. ഇനി പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പേരുകളാണ് പറയുന്നത്. ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ ആൻഡ് K. അയ്യപ്പൻ വേർ എമംഗ് ദ ലീഡേഴ്സ് ഓഫ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിലെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, K. അയ്യപ്പൻ തുടങ്ങിയവരായിരുന്നു കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ കാര്യം കൊച്ചിയുടെ ഉത്തരവാദിത്ത ഭരണത്തിന് വേണ്ടിയുള്ള സമരങ്ങളെക്കുറിച്ചാണ്. കൊച്ചിയിലെ ഉത്തരവാദിത്ത ഭരണത്തിനായിട്ടുള്ള സമരങ്ങൾ ആരംഭിക്കുന്നത് ഇലക്ട്രിസിറ്റി സമരത്തോടു കൂടിയാണ്. 1936 ഇലക്ട്രിസിറ്റി സമരത്തോടു കൂടിയാണ്. ഇലക്ട്രിസിറ്റി സമരം എന്ന് പറയുന്നത് ദിവാനായ ഷൺമുഖൻ ചെട്ടി വൈദ്യുതി വിതരണം കൊച്ചിയിൽ നിന്നും സ്വകാര്യ കമ്പനിക്ക് വൈദ്യുതി വിതരണം അനുവാദം നൽകിയതാണ് സമരത്തിന് കാരണമായി തീർന്നത്. ട്രാവൻകൂറിലെ അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ പോലെ ശക്തമായിരുന്നില്ല കൊച്ചിയിലെ സമരങ്ങൾ. ഇനി കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. S. നീലകണ്ഠയ്യർ, VR. കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവർ ചേർന്നിട്ട് 1941 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ചതോടുകൂടിയാണ് രാഷ്ട്രീയ സമരങ്ങൾ കുറച്ചുകൂടി ശക്തമായി തീർന്നത്. ഇനി കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പേരുകളാണ് പറയുന്നത്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, K. അയ്യപ്പൻ എന്നിവരൊക്കെയായിരുന്നു കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് പ്രധാനമായിട്ട് ചർച്ച ചെയ്ത് 3 കാര്യങ്ങളെക്കുറിച്ചാണ്. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയ മലബാറിനെ കുറിച്ചിട്ടാണ്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം പാലക്കാട് വെച്ച് ചേർന്നു. 1960 ആൻഡി ബസന്റാണ് അധ്യക്ഷത വഹിച്ചെന്ന് മനസ്സിലാക്കി. പിന്നെ ലാസ്റ്റ് പൊളിറ്റിക്കൽ കോൺഫറൻസിനെ കുറിച്ച് മനസ്സിലാക്കി 1920 മഞ്ചേരിയിലാണ്.
അതിനുശേഷം അടുത്ത ഖിലാഫത്ത് മൂവ്മെന്റിനെ കുറിച്ചും പിന്നെ മലബാർ റബലിനെ കുറിച്ചാണ് അടുത്ത പാരഗ്രാഫ് നമ്മൾ മനസ്സിലാക്കിയത്. പിന്നെ സിവിൽ ഡിസോബിഡിയൻസ് മൂവ്മെന്റ് അഥവാ നിയമലംഘന പ്രസ്ഥാനം, അതിനോടനുബന്ധിച്ച് ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടായി. അതിനുശേഷം അടുത്ത ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയെക്കുറിച്ചും ആ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി റീഓർഗനൈസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് തീർന്നതും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആക്ടിവിറ്റീസും അതിനുശേഷം ലാസ്റ്റ് ഭാഗത്ത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള കീഴാനൂർ ബോംബേഴ്സിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. അതിനുശേഷം അടുത്ത ഭാഗത്തിൽ ട്രാവൻകൂറിനെ കുറിച്ചാണ് 1991 മലയാളി മെമ്മോറിയൽ തുടക്കം കുറിക്കുന്നു. സീക്കിംഗ് പ്രൊപ്പോഷൻ റെപ്രസെൻറ്റേഷൻ ഗവൺമെൻറ് ജോബ്സ്, ഗവൺമെൻറ് ജോലിയിൽ മലയാളികൾക്ക് പ്രാധാന്യം കിട്ടുന്നതിന് വേണ്ടി 1991 ബാരിസ്റ്റർ ജി പി പിള്ള നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ടതാണ് മലയാളി മെമ്മോറിയൽ. 1996 ഡോക്ടർ പൽപ്പുവാണ് ഈഴവ മെമ്മോറിയൽ കൊണ്ടുവന്നത്. പിന്നെ സ്വദേശാഭൻ രാമകൃഷ്ണയുടെ നാടുകടത്തൽ, പിന്നെ 1932 ഈഴവ ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റീസിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ജോലി പങ്കാളിത്തം ലഭിക്കുന്നതിന് കൊണ്ടുവന്ന നിവർത്തന പക്ഷവും. പിന്നെ 1937 ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത് പട്ടം താഴ്വരയുടെ പ്രസിഡന്റാർ നേതൃത്വത്തിലാണ്. പിന്നെ അതിനുശേഷം 1946 പുന്നപ്ര വയലാർ സമരം, ദിവാനായിട്ടുള്ള സർ സി പി രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരായിട്ടുള്ള പുന്നപ്ര വയലാർ സമരം. അതിനുശേഷം കൊച്ചിയിലെ കാര്യങ്ങളാണ്. കൊച്ചിയിൽ സമരങ്ങൾ തുടങ്ങുന്നത് ഇലക്ട്രിസിറ്റി സമരവുമായി ബന്ധപ്പെട്ടാണ്. 1936 ദിവാനായ ഷൺമുഖം ചെട്ടി കൊച്ചിയിൽ നിന്നും വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതാണ് ഇലക്ട്രിക് സമരം തുടങ്ങാനുള്ള കാരണം. അതിനെ തുടർന്നിട്ട് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിക്കപ്പെടുന്നു. എസ് നീലകണ്ഠയർ, വി ആർ കൃഷ്ണനെഴുത്തച്ഛൻ എന്നിവരാണ് നേതൃത്വം നൽകിയത്. 1941 ഈ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിക്കപ്പെടുന്നത്. നേതൃത്വം നൽകിയ ആൾക്കാർ ഈക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ, കെ അയ്യപ്പൻ തുടങ്ങിയ ആൾക്കാരാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം നേതൃത്വം കൊടുത്ത ആൾക്കാർ.